ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വാഗമണ്ണിൽ. ഈ പ്ലേസിലാണ് ഉരുളൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആഘാതം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നത്. ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാകും കേട്ടോ. ടോട്ടലി രണ്ട് സൈഡിലും ഫുള്ളി എന്താ പറയുക, കല്ലും മണ്ണും എല്ലാതും കൂടെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ആ വീഡിയോ വിഷ്വൽ കാണുമ്പോൾ തന്നെ. എന്താ അല്ലേ, നമ്മളൊക്കെ വാഗമണ്ണൊക്കെ പോകുമ്പം സൈഡിലെ മലയും അതോടൊപ്പം തന്നെ പാറക്കെട്ടുകളൊക്കെ കാണുമ്പം നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ കണ്ടില്ലേ, ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ആ നാച്ചുറൽ ബ്യൂട്ടിയുടെ ഒപ്പം തന്നെ ഒതുങ്ങിയിരിക്കുന്ന വലിയ അപകടങ്ങളും നമുക്ക് നേരിൽ കാണാൻ പറ്റി. ഈ ഒരു വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇതേപോലെയായിരുന്നു നമ്മൾ ഈ ഉരുള് പൊട്ടുന്നതിന് മുന്നേ വാഗമണ്ണ് പോകുമ്പം ആ റോക്കും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മലകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് കണ്ട ആൾക്കാരാണ്. പക്ഷെ ഇപ്പം നമുക്ക് പോകുമ്പം നേരെ മറിച്ച് ഇതേപോലത്തെ മണ്ണിടിഞ്ഞും ഉരുള് പൊട്ടിയും പല പല കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് ഫുള്ളി കാണാൻ പറ്റുന്നത്. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇതിന് മുന്നേ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന്. അത്രയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ബേർഡ്സ് പോലും കിട്ടുന്നില്ല. വിഷ്വലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് കണ്ടപ്പം ശരിക്കും ഞാൻ അന്താളിച്ചു പോയി കേട്ടോ. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വാഗമണ്ണ് കുറച്ച് മുന്നിലേക്ക് പോകുമ്പം ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാം. പണ്ട് നമ്മൾ ഉരുള് പൊട്ടിയിട്ട് ഇപ്പം കണ്ട ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ, അതായത് പാറക്കെട്ടുകളും ചെറിയ ചെറിയ ചെടികളും എല്ലാം, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വെള്ള ഒഴുക്കുകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള്. എല്ലാവർക്കും വാഗമണ്ണത്തെ ഉരുൾപൊട്ടലും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ എത്രമാത്രം വലുതാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷ്വൽ കാണുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഭയങ്കരമായിട്ട് പേടിയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യാണ്, ഇപ്പം നമുക്ക് ഓണമൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കേഷനൊക്കെ ഓരോ ട്രിപ്പ് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം വാഗമണ്ണ് പോകരുതെന്ന് ഞാൻ പറയല്ല. കാരണം ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റോഡിനൊന്നും വലിയ പ്രോബ്ലം ഇല്ല, നമുക്ക് വണ്ടിയൊക്കെ പോകാൻ പറ്റും. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല രീതിക്ക് ഉരുള് പൊട്ടി കുറച്ച് ഭാഗത്ത് ഡാമേജ് വന്നതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ചില ഭാഗങ്ങളിൽ നമുക്ക് രണ്ട് വണ്ടിക്കൊന്നും ഓവർടേക്ക് ഒന്നും ചെയ്ത് പോകാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു വണ്ടിക്കൊക്കെ ഉള്ളു പോകാൻ പറ്റുള്ളൂ, നല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ചില ഭാഗത്ത് മാത്രം. അവിടെ വിട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫോണിൽ ഗ്യാലറീസ് എടുക്കുമ്പം വാഗമണ്ണ് കുറേ വിഷ്വൽസ് ഉണ്ട്. അതായത് ഉരുള് പൊട്ടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഏറെക്കുറെ ഒരു 20 ദിവസത്തിന് മുന്നേ ഞങ്ങൾ വാഗമണ്ണ് ജസ്റ്റ് ഒന്ന് ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണുന്ന ആ ഒരു വിഷ്വൽ പ്ലസ് ഇപ്പം കാണുന്ന കാഴ്ചയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വാഗമണ്ണ് ഫുള്ളി ഇതേപോലെ ഡാമേജ്ഡ് ആയിട്ടും ഉരുള് പൊട്ടി മണ്ണിടിഞ്ഞൊന്നും കിടക്കുകയല്ല. നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് സ്പോട്ട് ഒക്കെ പഴയ പോലെ തന്നെ നോർമലായിട്ട് നമുക്ക് എന്താ പറയുക, സേഫായിട്ട് തന്നെ പോകാൻ പറ്റും. ഡാമേജസ് അല്ലെങ്കിൽ ഡേഞ്ചർ സോൺ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഉപ്പുതറയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പുതറ എന്നുള്ളൊരു പ്ലേസ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പം നല്ല മനോഹരമായ ഒരു വലിയ പാറ, ഭയങ്കര എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി പ്ലസ് അതോടൊപ്പം തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. നമുക്ക് സംസാരിച്ചിരിക്കാനും അതായത് ഒന്ന് വെറുതെ ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് എൻ്റെ കണ്ണിലുടക്കി കുറച്ച് ചെടികളൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ യാത്ര തുടങ്ങുകയാണ്. ഇതൊക്കെ വാഗമണ്ണ് ഏരിയാസൊക്കെയാണ്. കാണാൻ എന്ത് രസമാണല്ലേ, നല്ല തേയിലത്തോട്ടവും അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഇളം വെയിലും ഒക്കെ നമ്മുടെ ആ ഒരു ട്രിപ്പിനെ തന്നെ ടോട്ടലി ചേഞ്ച് ആക്കുന്ന പോലത്തെ ഒരു വൈബായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം. ഈ പാറക്കെട്ട് കണ്ടോ, നല്ല രീതിക്ക് വെള്ളമൊക്കെ ഇങ്ങനെ നികന്ന് കിടക്കുന്നത്, എന്ത് രസമല്ലേ. പക്ഷെ ഡേഞ്ചറാണ് കേട്ടോ, എത്ര ആഴമുണ്ടെന്ന് നമുക്കറിയില്ലോ. ഇതേപോലത്തെ വെള്ളക്കെട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ഒന്നാമത് നമുക്കറിയാത്ത പ്ലേസ്, പിന്നെ എത്രത്തോളം താഴ്ച ഉണ്ടെന്നൊന്നും പറയാനും പറ്റില്ല. ഈ ഒരു വ്യൂ പോയിന്റ് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ അവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിച്ച് നിന്നു. ഈ ക്യാമറയിലൊന്നും നമുക്ക് ഈ വ്യൂസിൻ്റെ ഒന്നും ഭംഗി അത്രത്തോളം കിട്ടുകയല്ല കേട്ടോ. നമ്മുടെ കണ്ണിന് തന്നെ കണ്ടാലേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ ഓണാക്കി നോക്കിയപ്പം എന്നെ കാണാൻ എനിക്കെന്തോ ഒരു പ്രത്യേകത, ഒരു ഭംഗി പോലെയൊക്കെ ഫീൽ ചെയ്ത് കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ.
വാഗമണ്ണ് പോകുമ്പോഴും അത്യാവശ്യം ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോട്ടീസ് ചെയ്യും, എനിക്ക് ഓർക്കിഡിൻ്റെ പ്രാന്തുണ്ടെന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയാം. കുറച്ച് നാൾ മുന്നേ പ്ലാൻ ഹണ്ടിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാന്തെടുത്ത് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഹണ്ട് ചെയ്തെടുക്കുക എന്നുള്ള എൻ്റെ പണ്ട് മുതലേ ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കും, കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ പോയിന്റിലും ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് ഇങ്ങനെ നോട്ടീസ് ചെയ്ത് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാക്സിമം കുറച്ച് നല്ല അടിപൊളി പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വന്ന പാടെ നട്ടൊക്കെ വെച്ചു. അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇപ്പം നമുക്ക് വാഗമണ്ണിത്തെ ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണാം അല്ലേ. ഇവിടെയൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ. നമുക്ക് സമാധാനമായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് റഷ്, അതായത് ടൗൺ ഏരിയാസിലൊക്കെ പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇതേപോലത്തെ നാച്ചുറൽ ബ്യൂട്ടി, അതായത് ഇങ്ങനത്തെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നേച്ചർ ബ്യൂട്ടി പ്ലേസസിൽ പോകാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. വാഗമണ്ണ് പോകുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തേയിലത്തോട്ടം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്ത് രസമാണല്ലേ തേയിലത്തോട്ടം കാണുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡൊക്കെ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ വീഡിയോസും അതോടൊപ്പം തന്നെ ഫോട്ടോസൊന്നും അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇനി പോകുമ്പോൾ അങ്ങനെ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പല പ്രാവശ്യം പോയിട്ട് ഞാൻ ഇന്നേ വരെ അങ്ങനെ എടുത്തിട്ടില്ല. പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വണ്ടിയൊന്നും അങ്ങനെ നിർത്തി എടുക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം അവർ മുള്ളുകമ്പിയൊക്കെ വേലിയൊക്കെ കെട്ടി സെക്യൂറൊക്കെ ആക്കിയിട്ടാണ്. വാഗമൺ ട്രിപ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട, കാരണം റോഡൊക്കെ സേഫാണ്. നമ്മൾ പോകുന്ന സ്പോട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പോകുന്ന വഴിക്ക് ഉരുള് പൊട്ടിയതിൻ്റെതായ അങ്ങനത്തെ അവശിഷ്ടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റോഡൊക്കെ ക്ലീൻഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാം കേട്ടോ. വണ്ടിയൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ പോയിട്ട് വരും. ഇനി ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഹോട്ടൽ അന്നപൂർണ്ണയുടെ അടുത്തായിട്ട് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നല്ല സൂപ്പർ കിടിലൻ ചായ കിട്ടും കേട്ടോ. നല്ല ചായയൊക്കെ കുടിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മൈൻഡൊക്കെ നമുക്ക് കാം ആൻഡ് എന്താ പറയുക, നല്ല പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു നല്ല വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ ഈ സൈഡിലൊരു റിസോർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. ആ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് ആ വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ കുറച്ചധികം ചെടികളും ഗാർഡനും എല്ലാം കൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് നല്ല സ്ട്രോങ് ചായ കുടിച്ച് നല്ല പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടെയാണ് കേട്ടോ. ഇവിടെ ഞാൻ വേറൊരു കാഴ്ചയും കൂടെ കണ്ടു. സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സൂം ചെയ്തിട്ടും അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത് പോയി തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. അത്യാവശ്യം കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ട്, നല്ല വലിപ്പമുള്ളൊരു പാഷൻ ഫ്രൂട്ട്. ഇത് പർപ്പിൾ കളറിലാണ് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഇത്രത്തോളം വലിപ്പം ഇല്ല കേട്ടോ. ഇത് വേറെ വെറൈറ്റി ആണോ അതോ ഇനി അവിടുത്തെ മണ്ണിൻ്റെ ഗുണം കൊണ്ടിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. മേ ബി ചിലപ്പോൾ വളമൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് നിഗമിക്കാം. വീണ്ടും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് യാത്ര തുടർന്നു കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു, കാരണം ഞാൻ അത്ര ചായപ്രേമിയല്ല. എനിക്ക് വീട്ടിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് മസ്റ്റായിട്ട് ചായ വേണം എന്നുള്ള ഒരാളാണ്. പക്ഷെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ചായ കുടിക്കണം എന്ന് ആഗ്രഹമില്ല കേട്ടോ. അതിലും എനിക്കിഷ്ടം ജ്യൂസസ് അല്ലെങ്കിൽ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് വാഗമണ്ണിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന നിത്യ കാഴ്ചകളാണ് കേട്ടോ. മറ്റൊന്നുമില്ല, റോഡിൽ ഇതേപോലെ കുറച്ച് പശുക്കൂട്ടങ്ങളെ കാണാൻ പറ്റും. പക്ഷെ ഇവരൊക്കെ കറക്റ്റ് വണ്ടി വരുമ്പോൾ മാറിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എന്താ പറയുക, വെൽ മാനേഴ്സ് ഉള്ള പശുക്കളെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കുറച്ച് ആൾക്കാർ അവിടെ തന്നെ വട്ടം ഇട്ട് കിടക്കുമായിരുന്നു. അവരെ എഴുന്നേറ്റ് പോയുമില്ല. ഇങ്ങനെ ഒരു കാറ് വന്ന് നിർത്തി അല്ലെങ്കിൽ റോഡിലൂടെ പോകണം എന്നുള്ള ഭാവം പോലും, അതായത് മൈൻഡ് പോലും അവർക്കില്ലായിരുന്നു കേട്ടോ. മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ബോൾസ് ഒക്കെ കുറേ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കൊരു പിങ്കും വൈറ്റൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റെഡിൻ്റെ വേറെ വെറൈറ്റി, പിങ്കിൻ്റെ വേറെ വെറൈറ്റി, നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ കളേഴ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതോടൊപ്പം തന്നെ സീനിയാസ് ആൻഡ് ഡാലിയാസ്, അത് പിന്നെ റോഡ് സൈഡിലല്ലോ, ഓരോരുത്തരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. അത് നമുക്ക് പറിക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ പ്ലാൻ ഹണ്ടിങ് ചെയ്യുമ്പോൾ. പിന്നെ ഈ അമ്പലം എനിക്കെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്ത്. അത്യാവശ്യം ഒരു വൈബുള്ള ഒരു അമ്പലം. കുറേ ആൾക്കാർ ഫോട്ടോഷൂട്ടും കല്യാണത്തിൻ്റെ തിരക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ മലകളൊക്കെ കാണാൻ പറ്റും. എന്ത് രസമാണല്ലേ.
വാഗമണ്ണ് ഇപ്പോഴും പണ്ടത്തതും വെച്ച് കമ്പയർ ചെയ്യും കേട്ടോ. ഞാൻ ഓരോ യാത്രയിൽ ഇങ്ങനെ കമ്പയർ ചെയ്യും. ഞാൻ കമ്പയർ ചെയ്യുന്ന കുറേ ബാക്കിലേക്ക് പോകും. അതായത് നൊസ്റ്റാൾജിക് ഫീൽ, നമ്മുടെ ചെറുപ്പകാലം ഉണ്ടല്ലോ, ആ ടൈമിൽ വാഗമൺ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്. ഇത്രയും ബിൽഡിങ്സോ കടകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് ശരിക്കും പേടിയാവും. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവും. മീൻസ് ഒരു മനുഷ്യന്മാർ പോലും റോഡിൽ കാണില്ല. ഈ വഴി വരരുത്, നിങ്ങൾ വേറെ വഴിയിൽ കൂടെ ഉള്ളൂ വരാവുള്ളൂ എന്ന് പോലും നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. മീൻസ് എൻ്റെ വാപ്പയൊക്കെ പറയുമായിരുന്നു, അവരൊക്കെ എങ്ങോട്ടെങ്കിലും വണ്ടിയൊക്കെ എടുക്കാൻ പോയിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ. ഒന്നാമത് ആൾക്കാർ റോഡിലില്ലാത്തതിൻ്റെ പേടി പ്രശ്നങ്ങളല്ല കേട്ടോ. മീൻസ് നമ്മളിങ്ങനെ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പം കുറേ ആൾക്കാർ, അതായത് പിടിച്ചുപറി, മോഷണം, ഇങ്ങനെ കള്ളന്മാർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് സമയത്ത് വന്നാലും ഇഷ്ടം പോലെ വണ്ടികളും അതോടൊപ്പം തന്നെ ബിൽഡിങ്സും ആൾക്കാരും. വാഗമണ്ണിൻ്റെ ആ ഒരു ചേഞ്ചസ് പണ്ട് പോയിട്ടുള്ളവർക്ക് കമ്പയർ ചെയ്യുമ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പഴയ വാഗമണ്ണ് അറിയെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ റീസെൻ്റ് വാഗമണ്ണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.